നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ട് അതിരൂക്ഷമാണ് ബി.ജെ.പിയിൽ, അടിയോടടിയാണ് ബി.ജെ.പി ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഇന്നലെയാണ് നഗരസഭാ അധ്യക്ഷയും ഒപ്പം തന്നെ മുതിർന്ന നേതാവ് ശിവരാജനും ഒക്കെ പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടത്. ഈ പരസ്യ പ്രസ്താവന നടത്തിയവർ ആരായാലും പരിശോധിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ, ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായത്. പക്ഷേ ആ താക്കീതിൽ പാലക്കാട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതയുണ്ടോ? അതിനിയും പുറത്തേക്ക് പരസ്യ പ്രതികരണങ്ങളായി വരാനുള്ള സാധ്യതയാണോ ബാക്കി നിൽക്കുന്നത്? തീർച്ചയായും മനു, വലിയ രീതിയിൽ ശക്തമായ അടിയും തർക്കവും തന്നെയാണ് പാലക്കാടും തുടരുന്നത്. കാരണം പാലക്കാട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബി.ജെ.പിയിലെ തർക്കം പാലക്കാട് മാത്രം ഒതുങ്ങുന്നതിലല്ല, സംസ്ഥാനം മൊത്തം വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പി ജില്ലയിലെ നേതാക്കളൊക്കെ ഉന്നയിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും അതേപോലെ തന്നെ വി മുരളീധരനെതിരെയും സി കൃഷ്ണകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് പാലക്കാട് മത്സരിച്ച ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. അതിനാൽ തന്നെ രൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ പാലക്കാട് നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഒരു വിമർശനം, പരസ്യ പ്രതികരണം പാടില്ല എന്ന നിർദ്ദേശം സംസ്ഥാന ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം ആളുകൾ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും അതേപോലെ തന്നെ ദേശീയ സമിതി അംഗം എൻ ശിവരാജനും നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിൽ പരസ്യ പ്രതികരണത്തിനൊന്നും ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുവരും. പാലക്കാട് ഇന്നലെ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് പരസ്യ പ്രതികരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. കാരണം പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നഗരസഭാ ഭരണത്തിൻ്റെ പരാജയമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി നേരിടാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് കെ സുരേന്ദ്രനും അതേപോലെ തന്നെ പാലക്കാട് ചുമതലയുണ്ടായിരുന്ന പി രഘുനാഥ് അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചത്. ഇതിന് എതിരെയാണ് പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ രൂക്ഷമായ വിമർശനത്തോടുകൂടി രംഗത്തെത്തിയത്. കാരണം പാലക്കാട് സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാറിനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ, ചർച്ചകളിൽ ഉയർന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം അഭിപ്രായ സർവേയിലടക്കം സി കൃഷ്ണകുമാറിനെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കരുത്, ശോഭാ സുരേന്ദ്രനോ അല്ലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അഭിപ്രായ സർവേയിൽ നിരവധി പേർ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ അതൊക്കെ പാടെ മറികടന്നുകൊണ്ടാണ് പാലക്കാട്ടെ സ്ഥിരം സ്ഥാനാർത്ഥിയായ ശ്രീ കൃഷ്ണകുമാറിനെ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത്. തുടർന്ന് പ്രചരണ സമയത്ത് നോക്കാൻ പോകുന്നത് സച്ചി, ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ വിഷയത്തിൽ ആരാണ് പരസ്യ പ്രതികരണവുമായി വരാൻ പോകുന്നതെന്നാണ്. ഇന്നലെ നഗരസഭാ അധ്യക്ഷ തന്നെ തുറന്നടിക്കുകയുണ്ടായി. സ്ഥാനാർത്ഥി നിർണ്ണയം പാളി എന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഒരാളെ തന്നെ തുടർച്ചയായി വേറെ ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ആളുകൾ ചോദിക്കുന്ന സ്ഥിതി അടക്കമുണ്ടായി എന്നാണ് അവർ തുറന്നടിച്ചത്. അപ്പോൾ അതൊക്കെ ഇന്നിപ്പോൾ ഈ നേതൃയോഗം ചേരുമ്പോൾ ചർച്ചയാകും. ഏതായാലും ഞാൻ സച്ചിനിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ബി.ജെ.പിയിൽ പാലക്കാട് പ്രതിസന്ധി രൂക്ഷമാണ്. പാലക്കാടിനെ ചൊല്ലിയാണ് കെ സുരേന്ദ്രന്റെ പ്രസിഡന്റ് സ്ഥാനമടക്കം തുലാസിൽ നിൽക്കുന്നത്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇന്നിപ്പോൾ നിർണായക നേതൃയോഗം കൊച്ചിയിൽ ചേരാൻ വേണ്ടി പോവുകയാണല്ലോ.